പത്തനംതിട്ടയിൽ +1 വിദ്യാർത്ഥിനി പീഡനത്തിന് ഇരയായി. കേസിൽ 18 പ്രതികളെന്ന് സംശയം. ഇൻസ്റ്റാഗ്രാം വഴിയാണ് കൂടുതൽ പേരും കുട്ടിയുമായി സൗഹൃദത്തിലായത്. സ്കൂളിൽ പോകാൻ മടി കാണിച്ച പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരങ്ങൾ പുറത്തുവന്നത്. പത്തനംതിട്ട എസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി സുജു ഉണ്ട്. സുജു, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പീഡനത്തിന് ഇരയായ വിവരം എപ്പോഴാണ് അറിഞ്ഞത്? അക്ഷത, ഈ പെൺകുട്ടി +1 വിദ്യാർത്ഥിനിയാണ്. സ്കൂളിൽ പോകാൻ മടി കാണിച്ചപ്പോൾ അധ്യാപകർ ഇടപെട്ടുകൊണ്ട് കുട്ടിയെ CWSയുടെ കൗൺസിലിംഗിന് വിധേയപ്പെടുത്തുകയായിരുന്നു. ഈ കൗൺസിലിനിടെയാണ് പെൺകുട്ടി തനിക്ക് നേരിട്ട പീഡന വിവരങ്ങൾ പുറത്തു പറയുന്നത്. അതിനടിസ്ഥാനത്തിൽ പിന്നീട് ഇത് ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുകയും ആ കൗൺസിലിംഗിനിടെയാണ് 18ഓളം പേർ പെൺകുട്ടിയെ പീഡിപ്പിച്ചായുള്ള വിവരം പുറത്തുവരുന്നത്. ഈ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത് പത്തനംതിട്ട ജില്ലയിൽ നടന്ന സംഭവമാണ്. കൺസേൺഡ് സ്റ്റേഷനിലുള്ള SHO ഇതിക്ക് FIR ഇടുകയും ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പ്രതികൾ പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം വഴി സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് ബന്ധം സ്ഥാപിച്ചതും പിന്നീട് ഈ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയതിൽ ഇതിൽ പ്രതികളായിട്ടുള്ളവരിൽ പ്രായപൂർത്തിയാകാത്തവരും ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പം പുറത്തു വരുന്നത്. അതുപോലെ ചില സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയും ഇതിനകത്ത് ഉണ്ടാകാം എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പത്തനംതിട്ട SPയുടെ നേതൃത്വത്തിലാണ് പ്രത്യേകമായി അന്വേഷണം നടക്കുന്നത്. അക്ഷിത, ശരി. സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ +1 വിദ്യാർത്ഥിനി പീഡനത്തിന് ഇരയായി. കേസിൽ 18 പ്രതികളെന്ന് സംശയം. ഇൻസ്റ്റാഗ്രാം വഴിയാണ് കൂടുതൽ പേരും കുട്ടിയുമായി സൗഹൃദത്തിലായത്.